പ്രിയമുള്ളവരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ മുരളി കുടശ്ശനാടാണ്. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ സുധാകരൻ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീനാരായണ മെഡിക്കൽ മിഷൻ്റെ ഡയറക്ടർ കൂടിയായ ശ്രീമത് ഋതപുരാനന്ദ സ്വാമിജികളാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ അഷ്റഫ് ഹാജി അലങ്കാറുകൾ അവർ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവീൺകുമാറാണ്. ദൈവദശകം. ഈ ദൈവദശകം ആരംഭിക്കുന്നതിന് വേണ്ടി കുമാരി ഗായത്രിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാത്തേക്ക് ഒരാവിവൻ തോണി നിന്മരം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുടുങ്ങിയാൽ നിന്നിലും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. ശ്രീ മുരളി കുടശ്ശനാടാണ്. സമന്വയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സ്വാഗതം ആശംസിക്കുന്നത് സമന്വയുടെ സെക്രട്ടറിയായ ശ്രീ അനിൽ തടാലിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രവാസി ജീവിതം നയിച്ച് പ്രവാസ ലോകത്ത് ഒരുപാട് നീണ്ട വർഷങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് സമന്വയ എന്ന നാമധേയത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററും ഒപ്പം തന്നെ ഒരു ലഹരി വിമുക്തി കേന്ദ്രം കൂടി ആരംഭിക്കുകയാണ്. ഇതിന് നേതൃത്വമായ പങ്ക് വഹിക്കുന്നത് ഇതിൻ്റെ സമന്വയയുടെ സെക്രട്ടറിയായ ശ്രീ അനിൽ തടാലിലാണ്. സമന്വയയുടെ ഡയറക്ടർ കൂടിയായിരിക്കുന്ന ശ്രീ മുരളി സാർ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആദരണീയനായ സുധാകരൻ ഡോക്ടർ, ഇന്ന് നാട്ടിൽ വർദ്ധിച്ചു വന്നിരിക്കുന്ന വളരെ ഒരു ഭീകര അന്തരീക്ഷമാണ് മയക്കുമരുന്ന്. മയക്കുമരുന്ന് ഉപയോഗം ഇന്ന് നമ്മുടെ നാടിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ നശീകരണം എന്ന് പറയുമ്പോൾ പുതിയ തലമുറ കുട്ടികളിലേക്ക് വ്യാപകമായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം സ്കൂള് തലം മുതൽ ഏതാണ്ട് 10 വയസ്സിന് മുതൽ അതിലും താഴെയുള്ള കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു കരുതിക്കുട്ടി നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കാൻ, വരും തലമുറയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എവിടെയോ ആരോ വളരെ കരുതലോടുകൂടി നടത്തപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. ഇന്ന് ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞു അവരവിടെ തന്നെ ജോലി തേടി അവരവിടെ തന്നെ സ്ഥിരമാക്കി പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതുമൂലം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ അനാഥരായി മാറുന്ന ഒരവസ്ഥയാണ്. മക്കൾ പൈസ അയച്ചു കൊടുക്കാം, പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സഹായത്തിനും ഒരാളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു പാലിയേറ്റീവ് കെയർ ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. നമ്മുടെ മുഖ്യ രക്ഷാധികാരി സുധാകരൻ ഡോക്ടറെ പോലെയുള്ള, രാമചന്ദ്രൻ ഡോക്ടറെ പോലെയുള്ള ഇവരുടെയൊക്കെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ ഉന്നമതിക്കും നാട്ടുകാരുടെ ഉയർച്ചയ്ക്കും വേണ്ടി ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കെയർ സെൻറ്റർ എന്നുള്ളവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവും അനുഗ്രഹവും
പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം പറയാനുള്ളത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ശ്രീ കുടശനാട് മുരളി സാറാണ്. എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ആലോചിച്ചപ്പോൾ രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ നമ്മൾ മനസ്സിൽ കണ്ടുപോലും അവസാനം തീരുമാനത്തിലെത്തിയത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും അർഹതയുള്ള ആളും അതിന് എല്ലാ രീതിയിലും പര്യാപ്തമായ ആൾ തന്നെയാണ് സുധാകരൻ ഡോക്ടർ. ഗുരുത്വവും പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് നിർഭയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ ഈ യോഗത്തിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് പൂർവാശ്രമത്തിൽ ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ ആദരണീയായ ശ്രീമദ് കൃതപരാനന്ദ സ്വാമി, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ യോഗത്തിലേക്ക് ആളുകൾ സ്വാഗതം ചെയ്യും. ശ്രീ അഷ്റഫ് ഹാജി അലങ്കാർ. ഒരുപക്ഷെ നിങ്ങൾ ഈ അലങ്കാർ എന്നുള്ള പേര് പലയിടത്തും കേട്ട് കാണും. കേരളത്തിലെ ഒരു പ്രധാന വ്യവസായ പ്രമുഖൻ, ഹൈപ്പർ മാർക്കറ്റുകളും ടെക്സ്റ്റൈൽസുകളും ഉൾപ്പെടെ വലിയൊരു ബിസിനസ് ശൃംഖലയുടെ അമരക്കാരൻ. എല്ലാവരുടെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അവരുടെയൊക്കെ വലിയ സപ്പോർട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീ മുരളി കുടശനാട് അവരുടെ എൻ്റെ മാനേജിംഗ് ഡയറക്ടർ, സമന്വയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന 2-3 പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ആദ്യ പടി എന്നുള്ള നിലയിലാണ് ഞങ്ങളിപ്പോൾ ഈ ശ്രമകരമായ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒന്ന് നമ്മുടെ ആളുകളുടെ ലഹരിയോടുള്ള ആഭിമുഖ്യം, മറ്റൊന്ന് വൃദ്ധരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ അനാഥരായി പുറന്തള്ളപ്പെടുന്ന വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകളെ അധിവസിപ്പിക്കുന്നതിനുള്ള അങ്ങനെ 3 അനാഥാലയങ്ങളും ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററുകളും ഡി അഡിക്ഷൻ സെൻ്ററും ഈ 3 കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുദ്ദേശിച്ചാണ് സമന്വയ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ പാരിപ്പള്ളിയിലെ കുളമട കേന്ദ്രമാക്കിയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രമങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ എല്ലാ പേരുടെയും സഹായ സഹകരണം ഉണ്ടാകുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. സമന്വയ പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ ഉദ്ഘാടനവും ഭദ്രദീപ പ്രകാശനവുമാണ് നടക്കേണ്ടത്. തമസവും ആ കൂടുതൽ തന്നെയാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലെയും മനസ്സിലെയും എല്ലാ ഇരുളുകളും മാറ്റി പ്രകാശം കരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദീപം ഞാൻ തെളിയിക്കുന്നു. നമസ്കാരം. ഇവിടെ സന്നിധരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ അനർഹമായിട്ടുള്ള ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ അമ്മ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, മോനെ, സമൂഹത്തിൻ്റെ സഹായമില്ലാതെ നിനക്ക് ഒരിക്കലും വളരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാ ആളുകളോടും നീ കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമൂഹത്തിലെ കാണുന്ന പ്രയാസപ്പെടുന്ന ആളുകളെയും ദുരിതം അനുഭവിക്കുന്ന ആളുകളെയും ഒക്കെ സഹായിക്കുക എന്നുള്ളത് നിൻ്റെ കടമയാണ്. പുതിയ തലമുറ നമ്മുടെ വാഗ്ദാനമാണ്.
അവരിൽ നമ്മൾ കണ്ടുവരുന്ന മൂല്യച്ചുഴികൾ മനസ്സിലാക്കിയാണ് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നിർധനരായി മാതാപിതാക്കൾ കഴിയുന്നു, മക്കളും മറ്റുള്ള ആളുകളുമൊക്കെ ഉപേക്ഷിച്ച് കഴിയുന്ന ആളുകളുണ്ട്, രോഗം പിടിച്ച് വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രായമായ ആളുകളുണ്ട്. അവർക്കൊരു സാന്ത്വനമായിട്ടാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. അതാണ് സമന്വയ. ഈ സംരംഭം ഒരു വലിയ നിലയിൽ ഇപ്പം കേരള സ്റ്റേറ്റിലുള്ള എല്ലാ ആളുകൾക്കും പറ്റിയില്ലെങ്കിലും ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ അടുത്ത സ്ഥലങ്ങളിലോ ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ സ്ഥാപനം ഇവിടെ നിങ്ങളുടെ എല്ലാ ആളുകളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. എന്നെ ഇതിനെ വിളിച്ചതിനും ഇത്തരത്തിൽ ഒരു അവസരമുണ്ടാക്കി തന്നതും ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ് തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ എല്ലാ രംഗങ്ങളിലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം തുടങ്ങി കൗമാരക്കാരിൽ തുടങ്ങി എല്ലാ രംഗങ്ങളിലും സൈക്കോളജിസ്റ്റുകളെയുമൊക്കെ സ്ഥിരമായി നിയമിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അതിന് നിർദ്ദേശം നൽകുന്നൊരവസ്ഥയിലേക്ക് ഗവൺമെൻറ് മിഷനറിയും എത്തിച്ചേർന്നിരിക്കുന്നു. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ വരുന്നു, തൊഴിൽ നേടാനുള്ള അവസരങ്ങളില്ല എന്ന് വന്നപ്പോൾ നമ്മുടെ യുവജനങ്ങൾ ഈ നാട് വിട്ടു പോകുന്ന സാഹചര്യം ഏതാണ്ട് ഒരു 10 വർഷമായി കാണുന്നൊരു വലിയ പ്രതിഭാസമാണ്. നമ്മുടെ യുവജനങ്ങൾ ഇവിടുന്ന് യൂറോപ്യൻ കൺട്രികളിലേക്ക് ചേക്കേറുന്നു, പിന്നെ അവരിങ്ങോട്ട് വരുന്നില്ല. സമ്പത്തുണ്ടായാലും അച്ഛനമ്മമാരെ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ, വാർദ്ധക്യത്തിൽ അവർക്ക് താങ്ങും തരലുമായി നിൽക്കേണ്ട മക്കളുടെ സമാശ്വാസവും അത് കേവലം സാമ്പത്തികമായ സഹായം കൊണ്ട് മാത്രം നേടാവുന്നതല്ല. ഒരുപക്ഷെ ഈ സ്ഥിരമായ പാലിയേറ്റീവിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുന്നതിന് പോലും ഒരു ദിവ്യ ഔഷധമായി മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സാമീപ്യവും അവരുടെ സമാശ്വാസ വാക്കുകളും ഉപകാരപ്പെടും. ഇപ്പോൾ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ പ്രായമായ ആളുകൾ കൊടുത്തിരുന്ന ആ സമാശ്വാസ വാക്കുകളിൽ കൗമാരപ്രായക്കാരും യുവജനങ്ങളും അഭയം തേടി അവർക്ക് മനസ്സിന് സമാശ്വാസം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? മദ്യത്തിലേക്ക് വഴി മാറിപ്പോയി. ആ രീതിയിലെങ്കിലും കുറേ ഒരു ആശ്വാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട്, ആശംസയോട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പോകാനുള്ളവരാണ്. അത് മാത്രം ചിന്തിച്ച് നമ്മൾ ജീവിച്ചാൽ മനുഷ്യരെ കാണാം, മനുഷ്യൻ്റെ മുഖം കാണാം, മനുഷ്യനുമായിട്ട് അടുക്കാം, എല്ലാം ചെയ്യാം. പിന്നെ സ്വാമിജി എല്ലാം പറഞ്ഞു, പിന്നെ അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാം മംഗളമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്. അതിനാദ്യമേ തന്നെ ഇതിൻ്റെ സമന്വയയുടെ ഭാരവാഹികളോട്, പ്രത്യേകിച്ചും ശ്രീ അനിൽ തടാലിനോടുള്ള നന്ദിയും സ്നേഹവും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. 2 വിഷയങ്ങൾ, അതായത് എന്താ പറയുന്ന വയോജനങ്ങളുടെ കാര്യവും അതുപോലെ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ യുവതയുടെ കാര്യവും പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ഈ 2 വിഷയങ്ങളും ഇന്ന് കേരളം ആധികാരികമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ഗൗരവമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഇംഗ്ലീഷിലെ ആൽഫാബറ്റിൻ്റെ എല്ലാം വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എല്ലാം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പേരുകളുള്ള ലഹരി
ഉൽപ്പന്നങ്ങൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു തലത്തിലോട്ട് നമ്മുടെ സാംസ്കാരിക തലം എത്തി നിൽക്കുന്നു എന്നത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിനം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയെന്നാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. മൊത്തമുള്ള ജനസംഖ്യയിലെ ഏതാണ്ട് 16.5%, അതായത് 2021 സെൻസസ് പ്രകാരം ഏതാണ്ട് 16.5% വയോജനങ്ങളാണ്. വയോജനങ്ങൾ വെച്ചാൽ എബവ് 60. ഈ ഒറ്റപ്പെടുന്നവരുടെ ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് ഒറ്റപ്പെടുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർക്കും അവശത അനുഭവിക്കുന്നവർക്കും സ്വാതന്ത്ര്യ പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടും ലഹരിക്ക് അടിമപ്പെട്ടവരെ വിമുക്തരാക്കുക എന്ന ഉദ്ദേശത്തോടും അടിമപ്പെടാത്ത യുവജനങ്ങളെ ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി ആരംഭിക്കുന്ന ഈ സമന്വയ പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഈ നാട്ടിനും പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജാതി മത ചിന്തകൾക്ക് അതീത എന്ന് പറയുമ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഒത്തൊരുമയോടെ സംഘാടന ശക്തിയോടെ നല്ല രീതിയിൽ നമുക്കൊരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഇതുപോലെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന കൂടുതലും പ്രവാസികളാണ്. ആ പ്രവാസികളുടെ ജീവിതം തന്നെ നമ്മളൊന്ന് ഓർത്തു നോക്കുക. കാരണം അവരുടെ യൗവനകാലത്ത് അവരുടെ ചോര നീരാക്കി അവരുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി ഒക്കെ അവർ കൊടും തണുപ്പത്തും ചൂടത്തും എല്ലാം കഷ്ടപ്പെട്ട് നാട്ടിൽ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നെ കൂടെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുക. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പം വിവിധ മേഖലകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുളമട കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെ മേഖലയും അതോടൊപ്പം തന്നെ നമ്മുടെ നാവായിക്കുളം പഞ്ചായത്തിൻ്റെയും തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന ഈ ഒരു മേഖലയിൽ തന്നെ ഇതുപോലെ ഒരു നല്ല പാലിയേറ്റീവ് കെയർ സെൻ്ററും അതോടൊപ്പം ഡി അഡിക്ഷൻ സെൻ്ററും കൊണ്ടുവരാൻ ഒരു കൂട്ടം ആൾക്കാരുടെ, കാരണം ഒരുപാട് ബഹുമാന്യരായ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടാണ് നമ്മളുടെ ഇങ്ങനെയുള്ള സെൻ്ററുകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ നാടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ കൂടി ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ കുളമട വാർഡിൻ്റെയും നമ്മുടെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം കുറച്ച് അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ രാസലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ഇത്ര അധികം വർദ്ധിച്ചു വരുന്നത്. ചെറുപ്പക്കാരായ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ വരെ മിഠായിയിലൂടെ ഇത് ഉപയോഗിച്ച് വീടുകളിലെ കുടുംബ അന്തരീക്ഷമാകെ അസ്വസ്ഥമാക്കി തീർക്കുന്നു. സമൂഹത്തിൽ ഏറെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാനും അവർക്കൊരു കൈത്താങ്ങായിട്ടും നമുക്ക് തീർച്ചയായും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു കൂട്ടായ്മയോടുകൂടി എപ്പോഴും എവിടെയും വലിയ ഒരു കൂട്ടായ്മ എവിടെ രൂപപ്പെടുന്നുവോ അതും മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിൽ ഒരു താങ്ങ്, ഒരു വാക്ക്, ഒരു നോക്ക്, അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. ഇതുപോലുള്ള മറ്റ് സംരംഭങ്ങളും അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 2 ജില്ലയുടെ അതിർത്തിയിൽ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭത്തിൽ ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം.